ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി നൽകാനുള്ള തീരുമാനത്തിനെ എതിർക്കുന്ന മുസ്ലിം ലീഗ് നടപടി ഇരട്ടത്താപ്പാണെന്ന് ആരോപണമുയരുന്നു. 80-20 അനുപാതത്തിന് സമാനമായ തുക മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നീതിപൂർവകമായ തുക നൽകുന്നതിനെ എതിർക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയുള്ളതാണെന്നാണ് ആരോപണം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ 80-20 അനുപാതത്തിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ പുതിയ തീരുമാനമെടുത്തത്. ആനുകൂല്യങ്ങൾ 80% മുസ്ലിം വിഭാഗത്തിന് മാത്രവും 20% മറ്റ് വിഭാഗങ്ങൾക്കുമായി തുടർന്നു വന്നിരുന്ന അനീതി ഒഴിവാക്കി ജനസംഖ്യാനുപാതികമായി നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം നിലവിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ലഭിച്ചു വന്നിരുന്ന തുകയിൽ കുറവുണ്ടാകില്ലെന്നും സർക്കാർ തീരുമാനമെടുത്തു. അതായത് നിയമവിരുദ്ധമായി ആനുകൂല്യങ്ങൾ സ്വീകരിച്ചു വന്നിരുന്ന മുസ്ലിം വിഭാഗത്തിന് നിലവിൽ ലഭിക്കുന്ന തുകയിൽ മാറ്റം വരുത്താതെ മുസ്ലിം വിഭാഗത്തിനെ പിണക്കാതിരിക്കാനായിരുന്നു നടപടി. എന്നാൽ നിലവിൽ ലഭിച്ചു വന്നിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടും മുസ്ലിം ലീഗ് സർക്കാർ തീരുമാനത്തെ വഞ്ചനാപരമെന്നാണ് വിശേഷിപ്പിച്ചത്. മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവരാണ് ഈ വിമർശനം ഉന്നയിച്ചത്. സ്കോളർഷിപ്പ് തുക മുഴുവനും മുസ്ലിം വിഭാഗത്തിന് മാത്രമേ അനുവദിക്കാവൂ എന്ന വിചിത്രമായ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി 80-20 അനുപാതത്തിൽ നിയമവിരുദ്ധമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചു വന്നിട്ടും ഹൈക്കോടതി വിധിയനുസരിച്ച് മറ്റ് വിഭാഗങ്ങൾക്ക് നീതി നൽകുന്നതിനെ ലീഗ് എതിർക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് വിമർശനമുയരുന്നത്. പാലളി മുഹമ്മദ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമെന്ന വാദമുയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന ഒട്ടുമിക്ക ആനുകൂല്യങ്ങളിലും ഇത്തരത്തിൽ 80-20 അനുപാതം നടപ്പിലാക്കിയതും ഗുരുതരമായ ചട്ടലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ മറ്റ് വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് വേവലാതിയില്ലാത്ത ലീഗിന്റെ ഇപ്പോഴത്തെ വിമർശനം വ്യാപകമായ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ഷെക്കന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.